ഹായ് ഓൾ, വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ ആർക്കും വേണ്ടാതിരിക്കുന്ന ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന കറുത്ത പഴം. എന്നാൽ ഇനി അത് കളയണ്ട, നമുക്ക് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 കറുത്ത പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കറുത്തിട്ടുണ്ട് എന്ന് കരുതി കേടായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് തൊലിച്ചിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പഴത്തിൻ്റെ തൊലിയെ കുരുങ്ങി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാൻ ആദ്യം തന്നെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കാൻ നോക്കി, പക്ഷേ എനിക്കത് എയിമില്ലാത്തതുകൊണ്ട് ഞാനിതാ അതൊന്ന് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് ഉടച്ചെടുക്കേണ്ടത്. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഫോർക്ക് എടുത്തതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ ഉടച്ചെടുക്കാനായിട്ട്, അല്ലാതെ പായസം പോലെ ആക്കരുത്, മിക്സിയിലിട്ട് അടിക്കരുത്. അപ്പോൾ അതിന് മറ്റൊരു ടേസ്റ്റായിട്ട് മാറും. ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കണം, അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ 3 പഴത്തിന് കറക്റ്റ് അളവാണ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഒരു 2 നുള്ളു ഉപ്പ് കൂടെ എടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മൈദ ആണ്. ഞാൻ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നത് കുഴച്ച് മിക്സാക്കി നോക്കാം. എന്നിട്ട് നമ്മൾക്കറിയാമല്ലോ, ഒരു നുള്ളിടാൻ പാകത്തിന് കിട്ടുന്ന ആ ഒരു പരുവം, അതുവരെ ഒന്ന് നമുക്ക് മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ കറക്റ്റ് അളവ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുത്താലേ മനസ്സിലാവുകയുള്ളൂ. നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ മിക്സാക്കി കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും മൈദ ചേർക്കാം. ഇപ്പോൾ ഇതാ ആയിട്ടില്ല, നമുക്ക് ഇനിയും മൈദ വേണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും നോക്കുക ഇനിയും മൈദ ചേർക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് 6 ടേബിൾ സ്പൂൺ മൈദ ആണ് കേട്ടോ ചേർക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്താൽ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റ് തരുന്നതാണ് കരിഞ്ജീരകം. ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മൈദ ചേർത്ത സമയത്ത് ചേർക്കേണ്ടതാണ്, എൻ്റെ അടുത്തുനിന്ന് വിട്ടുപോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ചേർക്കുമ്പോൾ മൈദ ചേർക്കുന്ന ആ സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. എൻ്റെ അടുത്ത് നിന്ന് അത് മറന്നു പോയതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, നിങ്ങൾ എപ്പോഴാണോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ എപ്പോഴാണോ ഇത് പൊരിച്ചെടുക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ മാത്രം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കാരണം സ്പൂൺ വെച്ചാകുമ്പോൾ അവിടെ ഇവിടെയായിട്ട് ബേക്കിംഗ് സോഡ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്കിത് ഫ്രൈ ആക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇഷ്ടമുള്ളത് ഒഴിക്കാം, വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുഴപ്പമില്ല. ഇനി ചൂടായി വന്നിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നല്ല രുചിയായിട്ടുള്ള നല്ല നല്ല റെസിപ്പികൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമേ. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇതിന് ഒരു പേര് പറയുക, എൻ്റെ വീട്ടിലൊക്കെ ഇതിന് പേര് പറയുക കായപ്പം എന്നാട്ടോ. പക്ഷേ ഇതിന് പഴം നുള്ളിയിട്ടത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. എൻ്റെ വീട്ടിൽ കായപ്പം എന്നാണ് പറയുക. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇതിൻ്റെ ഉൾവശം വേവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. പതുക്കെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഗോൾഡ് കളറാവുന്ന വരെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് പോരാം. ഇപ്പോൾ അതാ ഗോൾഡ് കളറായിട്ടുണ്ട്. നല്ല വീർത്ത് നല്ല ഉണ്ട പോലെ വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ ഇത്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും. പിന്നാണെങ്കിൽ കറുത്ത പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പഴം അല്ലേ. അത് കറുത്ത പഴം എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് അത് കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ട്. വലിയവർക്കും കഴിക്കാം. പിന്നെ ഇത് ചൂടാറിക്കഴിഞ്ഞാലാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. നല്ല ടേസ്റ്റാണ് ചൂടാറി കഴിയുമ്പം. പാകത്തിനുള്ള മധുരമാണ് ഇത്. പിന്നെ ഇതാ ഞാനിതെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അത് ഞാനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ചുകൂടെ കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ് ഇത്. ആ ഒരു പഴം ഇങ്ങനെ പീസസ് ആയി കിടക്കുന്നത് കൊണ്ടാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക ഇതിന്. അതുകൊണ്ട് നിങ്ങളത് മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ, കൈകൊണ്ട് തന്നെ ഞരടിയാൽ മതി പഴം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക് യു.